എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. 2025 ജൂൺ 22 മുതൽ 28 വരെയുള്ള വാരഫലമാണ് ഇന്ന് പറയാൻ പോകുന്നത്. 5 കൂറുകാർക്ക് ഈ വാരം അവസരങ്ങളുടെ കാലമാണ്. ചിത്തിര മുതൽ രേവതി വരെയുള്ള വാരഫലമാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. വാരഫലത്തിന്റെ 2ാം ഭാഗ വീഡിയോയാണിത്. ഇതിന്റെ ആദ്യ ഭാഗം ചാനലിലുണ്ട്. കാണാത്തവർ അത് കാണുക. നിങ്ങളുടെ വീട്ടിൽ ഈ കൂറുകാരുണ്ടോ എന്ന് നോക്കുക. ഈ വാരം മുഴുവൻ അർച്ചനയോ ജപമോ കൊണ്ട് ആരംഭിക്കുന്നത് അനുകൂല ഫലങ്ങൾ നൽകും. നാമജപങ്ങൾ മനസ്സിനെ ശാന്തമാക്കാനും ആത്മീയ ശക്തി നേടാനും സഹായിക്കുന്നു. എല്ലാവരും ഓം നമോ നാരായണായ എന്ന് കമന്റ് ചെയ്യുക. ഈ വാരം നിങ്ങൾക്ക് എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം. ദിവസേന പുതിയ ജ്യോതിഷ ഫലങ്ങൾ ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, വീഡിയോ ലൈക്ക് ചെയ്യൂ, നിങ്ങളുടെ രാശിയും അഭിപ്രായങ്ങളും താഴെ കമന്റ് ചെയ്യൂ. ചിത്തിര 2ാം പകുതി ഭാഗം, ചോതി, വിശാഖം ആദ്യ 3/4 ഭാഗം വരെ ജനിച്ച തുലാക്കൂറുകാർക്ക് ഞായറാഴ്ച അനുകൂലമാണ്. കാര്യവിജയം, സുഹൃത്ത് സമാഗമം, അംഗീകാരം, ഇഷ്ടഭക്ഷണ സമൃദ്ധി ഇവ കാണുന്നു. ചർച്ചകൾ വിജയിക്കാനും ആഗ്രഹങ്ങൾ നടക്കാനും വേണ്ടപ്പെട്ടവരുമായി ഒത്തുകൂടാനുമുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. തിങ്കളാഴ്ച മുതൽ പ്രതികൂലമാണ്. കാര്യപരാജയവും ഇച്ഛാഭംഗവും അഭിമാനക്ഷതവും കലഹവും ശത്രുശല്യവും നഷ്ടങ്ങളും ദ്രവ്യനാശങ്ങളും യാത്രാ പരാജയങ്ങളും കാണുന്നുണ്ട്. ഇരുചക്ര വാഹനയാത്രകൾ സൂക്ഷിക്കുക. പ്രതികൂല സന്ദേശങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകളും കാണുന്നുണ്ട്. ബുധനാഴ്ച മുതൽ ഗുണദോഷ സമ്മിശ്രമാണ്. കാര്യങ്ങൾ ഭാഗികമായി ശരിയാവാനുള്ള സാധ്യതകൾ ഉണ്ട്. ഉദരവൈഷമ്യം, പ്രവർത്തനമാന്ദ്യം, യാത്രാ തടസ്സം, മനപ്രയാസം, ഇച്ഛാഭംഗം, ധനതടസ്സം ഇവ കാണുന്നു. വെള്ളിയാഴ്ച മുതൽ അനുകൂലമാണ്. കാര്യവിജയം, തൊഴിൽ ലാഭം, അംഗീകാരം, സന്തോഷം, സ്ഥാനക്കയറ്റം ഇവ കാണുന്നു. തടസ്സങ്ങൾ മാറിക്കിട്ടാനും വേണ്ടപ്പെട്ടവരുമായി ഒത്തുകൂടാനും കിട്ടാതിരുന്ന പണം തിരികെ ലഭിക്കാനുമുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. വിശാഖം അവസാന കാൽഭാഗം, അനിഴം, തൃക്കേട്ട വരെ ജനിച്ച വൃശ്ചികക്കൂറുകാർക്ക് ചൊവ്വാഴ്ച വരെ അനുകൂലമാണ്. കാര്യവിജയം, മത്സരവിജയം, അംഗീകാരം, ഇഷ്ടഭക്ഷണ സമൃദ്ധി, സുഹൃത്ത് സമാഗമം, പരീക്ഷാ വിജയം ഇവ കാണുന്നു. ആഗ്രഹങ്ങൾ നടക്കാനും തടസ്സങ്ങൾ മാറിക്കിട്ടാനും വേണ്ടപ്പെട്ടവരുമായി ഒത്തുകൂടാനും സാധ്യതകൾ കാണുന്നുണ്ട്. ബുധനാഴ്ച മുതൽ പ്രതികൂലമാണ്. കാര്യപരാജയം, അപകടഭീതി, നഷ്ടം, ഇച്ഛാഭംഗം, ശരീരക്ഷതം ഇവ കാണുന്നു. വെള്ളിയാഴ്ച മുതൽ ഗുണദോഷ സമ്മിശ്രമാണ്. കാര്യങ്ങൾ ഭാഗികമായി ശരിയാവാം. ഉദരവൈഷമ്യം, യാത്രാപരാജയം, പ്രവർത്തനമാന്ദ്യം ഇവ കാണുന്നു. വേദനാജനകമായ അനുഭവങ്ങൾ വന്നുചേരാം. മൂലം, പൂരാടം, ഉത്രാടം ആദ്യ കാൽഭാഗം വരെ ജനിച്ച ധനുക്കൂറുകാർക്ക് ഞായറാഴ്ച വരെ പ്രതികൂലമാണ്. കാര്യപരാജയം, സ്വസ്ഥതക്കുറവ്, ഉദരവൈഷമ്യം, പ്രവർത്തനമാന്ദ്യം, യാത്രാ തടസ്സം ഇവ കാണുന്നു. വേദനാജനകമായ അനുഭവങ്ങൾ വന്നുചേരാനും പല കാര്യങ്ങളിൽ നിന്നും മാറ്റി നിർത്തുന്നതായി അനുഭവപ്പെടാനുമുള്ള സാധ്യതകളും കാണുന്നുണ്ട്. തിങ്കളാഴ്ച മുതൽ അനുകൂലമാണ്. കാര്യവിജയം, മത്സരവിജയം, സുഹൃത്ത് സമാഗമം, പരീക്ഷാ വിജയം ഇവ കാണുന്നു. ആഗ്രഹങ്ങൾ നടക്കാനും ചർച്ചകൾ വിജയിക്കാനും തടസ്സങ്ങൾ മാറിക്കിട്ടാനും വേണ്ടപ്പെട്ടവരുമായി ഒത്തുകൂടാനും പുതിയ കോഴ്സുകൾക്ക് പ്രവേശനം ലഭിക്കാനും യാത്രകൾ വിജയിക്കാനുമുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. വെള്ളിയാഴ്ച മുതൽ പ്രതികൂലമാണ്. കാര്യപരാജയം, അപകടഭീതി, നഷ്ടം, മനപ്രയാസം, ശരീരക്ഷതം ഇവ കാണുന്നു. ഉത്രാടം അവസാന 3/4 ഭാഗം, തിരുവോണം, അവിട്ടം ആദ്യ പകുതി ഭാഗം വരെ ജനിച്ച മകരക്കൂറുകാർക്ക് ചൊവ്വാഴ്ച വരെ പ്രതികൂലമാണ്. കാര്യതടസ്സം, സ്വസ്ഥതക്കുറവ്, ഉദരവൈഷമ്യം, പ്രവർത്തനമാന്ദ്യം, യാത്രാ തടസ്സം, മനപ്രയാസം, ഇച്ഛാഭംഗം ഇവ കാണുന്നു. ബുധനാഴ്ച മുതൽ അനുകൂലമാണ്. കാര്യവിജയം, സുഹൃത്ത് സമാഗമം, ആരോഗ്യം, പരീക്ഷാ വിജയം ഇവ കാണുന്നു. പുതിയ സാധ്യതകൾ തുറന്നു കിട്ടാനും പുതിയ സുഹൃത്തുക്കളെ കണ്ടുമുട്ടാനും ആഗ്രഹങ്ങൾ നടക്കാനും ഉല്ലാസയാത്രകൾക്കും ഉല്ലാസ നിമിഷങ്ങൾ പങ്കിടാനും സാധ്യതകൾ കാണുന്നു. യാത്രകൾ വിജയിക്കാനും സാധ്യതകൾ കാണുന്നുണ്ട്. അവിട്ടം 2ാം പകുതി ഭാഗം, ചതയം, പൂരുരുട്ടാതി ആദ്യ 3/4 ഭാഗം വരെ ജനിച്ച കുംഭക്കൂറുകാർക്ക് ഞായറാഴ്ച വരെ അനുകൂലമാണ്.
കാര്യവിജയം, സ്ഥാനലാഭം, അംഗീകാരം ഇവ കാണുന്നു. ആഗ്രഹങ്ങൾ നടക്കാനും യാത്രകൾ വിജയിക്കാനും തടസ്സങ്ങൾ മാറിക്കിട്ടാനും സാധ്യതകൾ കാണുന്നുണ്ട്. തിങ്കളാഴ്ച മുതൽ പ്രതികൂലമാണ്. കാര്യതടസ്സം, സ്വസ്ഥതക്കുറവ്, ഉദരവൈഷമ്യം, പ്രവർത്തനമാന്ദ്യം, യാത്രാ തടസ്സം, മനപ്രയാസം, ഇച്ഛാഭംഗം ഇവ കാണുന്നു. വെള്ളിയാഴ്ച മുതൽ അനുകൂലമാണ്. കാര്യവിജയം, മത്സരവിജയം, സുഹൃത്ത് സമാഗമം, ശത്രുക്ഷയം, ആരോഗ്യം ഇവ കാണുന്നു. ചർച്ചകൾ വിജയിക്കാനും പുതിയ സ്ഥാനങ്ങൾ ലഭിക്കാനും പുതിയ സുഹൃത്തുക്കളെ കണ്ടുമുട്ടാനും ആഗ്രഹങ്ങൾ നടക്കാനുമുള്ള സാധ്യതകൾ കാണുന്നു. പോരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി, രേവതി വരെ ജനിച്ച മീനക്കൂറുകാർക്ക് ഞായറാഴ്ച വരെ പ്രതികൂലമാണ്. കാര്യപരാജയം, അഭിമാനക്ഷതം, കലഹം, തർക്കം, മനപ്രയാസം ഇവ കാണുന്നു. തിങ്കളാഴ്ച മുതൽ അനുകൂലമാണ്. കാര്യവിജയം, സ്ഥാനലാഭം, അംഗീകാരം, ഇഷ്ടഭക്ഷണ സമൃദ്ധി ഇവ കാണുന്നു. ആഗ്രഹങ്ങൾ നടക്കാനും യാത്രകൾ വിജയിക്കാനും തടസ്സങ്ങൾ മാറിക്കിട്ടാനും പുതിയ സ്ഥാനങ്ങളിലേക്ക് തിരഞ്ഞെടുക്കപ്പെടാനും സുഖലോലുപ വസ്തുക്കൾ ലഭിക്കാനുമുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. ബുധനാഴ്ച മുതൽ പ്രതികൂലമാണ്. കാര്യതടസ്സം, സ്വസ്ഥതക്കുറവ്, മനപ്രയാസം, ഇച്ഛാഭംഗം, ശരീരസുഖക്കുറവ്, ഉദരവൈഷമ്യം, യാത്രാ തടസ്സം ഇവ കാണുന്നുണ്ട്.